ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, മൂന്നാമത്തെ അധ്യായം, ഒന്നാം പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പെന്തക്കോസ്തു സമൂഹങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നതായിരുന്നു നമ്മുടെ യൂണിറ്റ്. പെന്തക്കോസ്ത് സഭയുടെ ആരംഭം എങ്ങനെയാണ്, പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ നിന്നാണ് എന്ന് കണ്ടു. തുടർന്ന് ഈ സഭയുടെ വളർച്ച, അവരുടെ പ്രധാനപ്പെട്ട പഠനങ്ങൾ ഒക്കെ കണ്ടു. അവസാനമായും നമ്മൾ അന്ന് കണ്ടത്, സൂചിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ആദിമസഭയുടെ മാതൃക പിന്തുടരുന്നവരാണ് തങ്ങൾ എന്നവർ അവകാശപ്പെടുന്നു. പക്ഷെ നമ്മൾ കണ്ടെത്തി, ആദിമസഭ, ക്രിസ്തു സ്ഥാപിച്ച സഭ, പത്രോസ് ആകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ട അപ്പസ്തോലിക പാരമ്പര്യം പേർന്ന സഭ കത്തോലിക്ക സഭയാണ് എന്ന് കണ്ട് നമ്മൾ ആ ക്ലാസ് അവസാനിപ്പിച്ചിരുന്നു. ഇന്നത്തെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്കിന്നത്തെ ക്ലാസ്സിൽ ശ്രവിക്കാം. ക്ലാസ്സിന് മുന്നോടിയായി നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, അങ്ങ് സ്ഥാപിച്ച സത്യസഭയിൽ നിന്നും വ്യതിചലിച്ച് അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ലോകത്ത് ഒരുപാടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, തെറ്റായ വിശ്വാസത്തിലേക്ക് പോയ അത്തരം സഭാസമൂഹങ്ങളെ അങ്ങയുടെ സത്യസഭയോട് ചേർക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പെന്തക്കോസ്ത് സഭാസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററായിരുന്ന ബ്രദർ സജിത് ജോസഫ് ഏറെക്കാലത്തെ തൻ്റെ പെന്തക്കോസ്ത് സഭയിലെ പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷകൾക്കും വിരാമം കുറിച്ച് കത്തോലിക്ക സഭയിലേക്ക്, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നത് ഒരു പക്ഷേ നിങ്ങൾ വായിച്ചു കാണും, കേട്ടിട്ടുണ്ടാകും. എന്താണ് കത്തോലിക്ക സഭയിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത്? കത്തോലിക്ക സഭയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത് എന്ന് നമുക്ക് 2 മിനിറ്റ് സമയം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. 4 വർഷമായി ഞാൻ ഔദ്യോഗികമായിട്ട് കത്തോലിസിസം വിശ്വസിക്കാനും അത് പ്രസംഗിക്കാനും തുടങ്ങിയിട്ട്. ഇപ്പം ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു ഓപ്പൺ സ്റ്റെപ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചത് ഒക്ടോബറിലാണ്. പള്ളി പോകാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പം 3 മാസമായി. 3 മാസമായി. അപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് ഒക്കെ ഇപ്രാവശ്യം കഴിഞ്ഞ ക്രിസ്മസ് മുതലാണ് കത്തോലിക്ക വിശ്വാസത്തിലാണ്. ബ്രദർ, എന്ത് തോന്നുന്നു? ഈ അതായത് അനേക വർഷങ്ങൾ നീണ്ട വളരെ ചെറുപ്പം മുതലെയുള്ള പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങളെക്കുറിച്ച് ബ്രദറിന് എന്ത് പറയാനുണ്ട്? ഒറ്റവാക്കി പറഞ്ഞ പരിചയമില്ലായ്മ. മീൻസ് ഈ ഒരു പ്രാക്ടീസ് കുറേ വർഷങ്ങളായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം എല്ലാം ഒരു കൗതുകത്തോടെയാണ് ആദ്യം നോക്കിക്കാണുന്നത്. പിന്നെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് ഈ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ഭക്തി, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു ഭക്തി, അത് രണ്ടും വളരെ നിസ്തുല്യമായ ഒരു സത്യമായി മനസ്സിലാക്കിയിരുന്നു. അപ്പം നേരത്തെ നമ്മളിങ്ങനെ കുർബാനകൾക്കൊക്കെ ചെറുപ്പത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു അറ്റൻഡ് ചെയ്ത് അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ പോകുമ്പം ഓരോ ഞായറാഴ്ചയും അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇമവെട്ടാതെ എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ പറയാം, അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. കാരണം ആ ചൊല്ലിലുള്ള ഓരോ കാര്യങ്ങളും ത്രിയേക ദൈവത്തിന് സ്തുതി കൊടുത്ത് ആരംഭിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കൊടുത്തുകൊണ്ട് ആരംഭിക്കുന്നു. ആ ശുശ്രൂഷ അവസാനിക്കുമ്പോഴും ആ ത്രിയേക ദൈവത്തിൻ്റെ സ്തുതിയിൽ അവസാനിക്കുന്നു. അപ്പം ആ ഒരു വ്യത്യസ്തത കൗതുകമായിരുന്നു ആദ്യം. പിന്നെ ഇതിൻ്റെ ലിറ്ററജി മനസ്സിലാക്കിയതുകൊണ്ട് ആ ക്രമം പഠിക്കാനായിട്ട് ഞാനിപ്പം പള്ളിയിൽ ചെല്ലുമ്പോഴേ ആരാധനാക്രമത്തിൻ്റെ ആ പുസ്തകം എടുക്കും, പല കാര്യങ്ങളും നോക്കിയാണ് ചൊല്ലുന്നത്. എങ്കിൽ കൂടെ ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ് ലിറ്റർജി ഭാഗമായിട്ട്. വിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീര രക്തങ്ങളാണ്. അപ്പോൾ തന്നെ അത് സമ്പൂർണ്ണമായിട്ടും
ഈശോ മിശിഹ എന്ന വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ് കത്തോലിക്ക വിശ്വാസം. അതെ, അതങ്ങനെ തന്നെ. ബ്രദറെ, ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഭവം? അത് ആദ്യമായിട്ട് പുനലൂർ കത്തീഡ്രൽ പള്ളി വെച്ചായിരുന്നല്ലോ ഞങ്ങളിങ്ങനെ ഈ ചേർന്ന് വരുന്ന ഇതായത്. അപ്പം സിൽവസ്റ്റർ പുന്നമുത്തും പിതാവിൽ നിന്നാണ് ഞാൻ ആദ്യം സ്വീകരിക്കുന്നത്. അന്ന് അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ ഇവിടെ ചങ്ങനാശ്ശേരി വന്നിട്ട് ചങ്ങനാശ്ശേരി പള്ളിയിൽ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങിയപ്പം അക്ഷരാർത്ഥത്തിൽ എനിക്ക് ആദ്യം ഉണ്ടായ അനുഭവം ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു. കാരണം അതൊരു കേവലം ബ്രെഡും ജ്യൂസും എന്ന ചിന്തയിൽ നിന്ന് ഇത് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എൻ്റെ രക്തം കുടിക്കാതെയും എൻ്റെ ശരീരം ഭക്ഷിക്കാതെയും ഇരിക്കുന്നവനിൽ എൻ്റെ ജീവനില്ല, ഇത് ജീവനാണ്, സൗഖ്യമാണ്, ഈശോയുടെ തിരുശരീരമാണ് എന്ന തിരിച്ചറിവോടെ അതിലേക്ക് സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു. അനുതാപത്തിൻ്റെയോ പാപമോചനത്തിൻ്റെയോ കർത്താവിൻ്റെ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ അതൊരു വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഏറ്റവും അതിശയകരമായിട്ട് ഇപ്പം തോന്നുന്നത് ഈ കൂദാശ ജീവിതമാണ്. മറ്റേത് കുറച്ചൊരു വൈബ്രൻസി ഉണ്ട്, കുറച്ച് ഇളക്കപ്പരിപ്പുണ്ട്, കുറച്ച് ഇമോഷണലായിട്ടുള്ള മനുഷ്യൻ്റെ ഇമോഷണലായിട്ടുള്ള കുറേ തലങ്ങളിൽ ഉള്ള യാത്രകളുണ്ട്. ഇവിടെ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു കൂദാശ ജീവിതം, ആ കൗദാശിക ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കേട്ടു വളരെ തീക്ഷ്ണതയോടെ അദ്ദേഹം സംസാരിക്കുന്നത്. യേശുക്രിസ്തു സ്ഥാപിച്ച ഈ സത്യസഭയിൽ നമ്മൾ നിലകൊള്ളുന്നു എങ്കിലും സത്യസഭയിൽ നിന്നും വ്യതിചലിച്ച് നിൽക്കുന്ന ഒട്ടേറെ പേർ ലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് ഈ അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നവരെക്കുറിച്ച് ഒക്കെ പൗലോസ്ലീഹ വളരെ കൃത്യമായും എഴുതി വച്ചിട്ടുണ്ട്. പൗലോസ്ലീഹയുടെ ഈ വാക്കുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ശ്രവിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ പ്രവേശിക്കാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 8 മുതൽ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ടും നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത് ഇതാണ്: ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ കാര്യങ്ങളാണ് പ്രസംഗിച്ചത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. സത്യസഭയോട് ചേർന്ന് നിൽക്കാം, സഭയിൽ നിന്നും അകന്നു നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകുമ്പം നമുക്ക് കണ്ടെത്താനുള്ളത് എന്താണ് പെന്തക്കോസ്ത് സഭാ സമൂഹത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, തുടർന്ന് വെല്ലുവിളികൾ എന്തൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ കത്തോലിക്കാ സഭ പത്രോസാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ടതാണ്. പത്രോസ്ലീഹയും മത്തിയാസും ഉൾപ്പെടുന്ന 12 അപ്പസ്തോലന്മാരുടെ ശ്ലൈഹിക പാരമ്പര്യം പേർന്ന സഭ കത്തോലിക്കാ സഭയാണ്. അതേ സമയത്ത് പെന്തക്കോസ് സഭാ സമൂഹത്തിൻ്റെ ഉദയം, അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ടു അത് മനുഷ്യൻ തന്നെ സ്ഥാപിച്ചതാണ്, രൂപപ്പെടുത്തിയതാണ്. ദൈവിക അടിസ്ഥാനത്തെ ഉപേക്ഷിച്ച് മനുഷ്യൻ തന്നെ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഓരോ മനുഷ്യനും രൂപം കൊടുത്തതുകൊണ്ട് ഓരോ നേതാവിൻ്റെയും താല്പര്യം, ഓരോ നേതാവിൻ്റെയും വീക്ഷണം, പഠനം ഒക്കെ അതിനനുസരിച്ച് മാറ്റപ്പെട്ടിരിക്കും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കത്തോലിക്ക സഭയിലേക്ക് വന്ന ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്,
എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഭാ സമൂഹത്തിൽ 250 പേരുണ്ടായിരുന്നു. ആ സഭാ സമൂഹത്തിൻ്റെ പഠനങ്ങൾ എൻ്റെ പഠനങ്ങളാണ്. ആ സഭാ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അങ്ങനെ ഒട്ടേറെ പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവരുടെ ഇടയിൽ പഠനങ്ങൾക്ക് ഒരു ഐക്യമില്ല എന്നുള്ളത് നമുക്ക് കാണാം. ഇനി പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൂദാശകളുടെ നിരസനമാണ്. കൂദാശകൾ നമുക്കറിയാം, കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ പ്രാണവായു കൂദാശകളാണ്. ത്രിയേക ദൈവത്തോടൊപ്പം ത്രിയേക ദൈവത്തോട് ചേർന്ന് ഒരു ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചത് കൗദാശിക ജീവിതത്തിലൂടെയാണ്. കൂദാശ അനുസരണം ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ കൂദാശകളെ നിരാകരിക്കുന്ന പഠനങ്ങളാണ് പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങളുടേത്. വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം ഇതൊക്കെ അംഗീകരിക്കുന്നില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അവരെന്താണ് ചെയ്യുന്നത്? മനുഷ്യൻ്റെ വൈകാരികതകളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ കുറേയധികം ഭക്ത അഭ്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ കൈകൊട്ടിയുള്ള പ്രാർത്ഥനകളും സ്തുതിപ്പുകളും അതുപോലെയുള്ള ഗാനശുശ്രൂഷകളും ഒക്കെ നമുക്ക് കാണാം. രോഗശാന്തി ശുശ്രൂഷയൊക്കെ താൽക്കാലികമായ ഒരു രക്ഷപ്പെടൽ, ദുഃഖങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു രക്ഷപ്പെടൽ എന്നു മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ കൂദാശകളെ നിരാകരിക്കുന്നത് കൊണ്ട് പെന്തക്കോസ്ത് സഭാ സമൂഹങ്ങളെ അംഗീകരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കില്ല. രണ്ടാമത്തത് പാരമ്പര്യ നിഷേധമാണ്. സാക്രഡ് സ്ക്രിപ്ചർ ആൻഡ് സാക്രഡ് ട്രഡീഷൻ. സ്ക്രിപ്ചർ, വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം വിശുദ്ധ പാരമ്പര്യങ്ങളും പ്രധാനപ്പെട്ടതാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുമ്പോൾ, അതായത് ഈ വിശുദ്ധ ഗ്രന്ഥം തന്നെ രൂപം കൊണ്ടത് സഭയുടെ പാരമ്പര്യങ്ങളിൽ നിന്നാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ പെന്തക്കോസ്ത് സഭ ഇത് നിഷേധിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും. ഒപ്പം തന്നെ പെന്തക്കോസ്ത് സഭയ്ക്ക് ആ പ്രസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തി കേന്ദ്രീകൃതമായ കുറേയധികം പഠനങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെ നിഷേധിക്കുന്നത് കൊണ്ട് പെന്തക്കോസ്ത് സഭാ സമൂഹത്തെ അംഗീകരിക്കാൻ കത്തോലിക്ക വിശ്വാസിക്ക് സാധിക്കില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം നമുക്ക് പഠിക്കേണ്ടത് അബദ്ധ സിദ്ധാന്തങ്ങളാണ്, അല്ലെങ്കിൽ അബദ്ധ പ്രബോധനങ്ങളാണ്. തെറ്റായ പഠനങ്ങൾ അവർ എടുത്തു വയ്ക്കുന്നു. തെറ്റായ പഠനങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, സഭയുടെ വിശ്വാസ കൂട്ടായ്മ, പുണ്യവാന്മാരുടെ ഐക്യം, ബൈബിളിൻ്റെ കാനൻ എന്നീ കാര്യങ്ങളിലൊക്കെ ഇവർ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം, പുതിയ പഠനങ്ങൾ അവതരിപ്പിക്കുന്നു. ബൈബിളിലെ 66 പുസ്തകങ്ങളാണ് പെന്തക്കോസ്ത് സഭ അംഗീകരിക്കുന്നത്. ഇനി പരിശുദ്ധ അമ്മയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പല പ്രസ്താവനകളും പഠനങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധരെക്കുറിച്ചും ഒക്കെയുള്ള തെറ്റായ പഠനങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് കത്തോലിക്ക വിശ്വാസിക്ക് പെന്തക്കോസ്ത് സഭയുടെ പഠനങ്ങളെ നിരാകരിക്കാനേ സാധിക്കൂ. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്: മതമൗലികവാദം. മതമൗലികവാദം ആര് കാണിച്ചാലും അത് തെറ്റാണെന്നുള്ള അഭിപ്രായമാണ് കത്തോലിക്ക സഭയുടേത്. ഞാൻ വിശ്വസിക്കുന്നത് മതം ഞാൻ മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും കൊള്ളരുതാത്തവരാണെന്നുള്ളൊരു ചിന്ത അപകടകരമാണ്. ഇത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഒരു എക്സ്ട്രീം നിലപാടുകളാണ് പലപ്പോഴും ഇവർ കാഴ്ചവെക്കുന്നത്. ഇത് അപകടമാണ്. മറ്റു മതത്തിൽപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതാണ് എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ കുറേ അരുതുകൾ നമുക്ക് കാണാൻ സാധിക്കും. സിനിമ കാണാൻ പാടില്ലാത്ത വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലിലെ വിവിധ പ്രോഗ്രാമുകൾ കാണാൻ പറ്റാത്തവർ, ആഭരണം അണിയാൻ പറ്റാത്തവർ ഒക്കെ നമുക്ക് കാണാം. അതുപോലെ കുറേയധികം ലഹരി വസ്തുക്കളുടെ ഉപയോഗം അവർ നിഷേധിച്ചിട്ടുണ്ട്, നിരാകരിച്ചിട്ടുണ്ട്. അത് സത്യമായ കാര്യം, അത് അംഗീകരിക്കേണ്ട കാര്യം,
അനുകരണീയമായ ചില മാതൃകയാണ് ഈ ലഹരി വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ. പക്ഷേ ഈ മതമൗലികവാദം എന്ന് പറയുന്ന ഇക്കാര്യത്തോട് യോജിക്കാൻ നമുക്ക് സാധിക്കില്ല. 5-ാമത്തെ പോയിന്റ്, തെറ്റായ യുഗാന്ത്യോന്മുഖത, എസ്കറ്റോളജിക്കൽ ടീച്ചിങ്സ്. യുഗാന്ത്യത്തെക്കുറിച്ച് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പല പഠനങ്ങളും അവതരിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എമ്മാനുവൽ എംബറർ ഇവർ അവതരിപ്പിക്കുന്ന യുഗാന്ത്യോന്മുഖ ദൈവശാസ്ത്രം ഭയപ്പെടുത്തുന്നതാണ്. ഇന്ന ഒരു ഡേറ്റ് പറയും, അന്ന് ലോകം അവസാനിക്കും. അതിനോടങ്ങ് അടുക്കുന്ന സമയത്ത് ആ ഡേറ്റ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, നീട്ടും. എത്രയോ കാലം നമ്മൾ കേൾക്കുന്നതാണ്. പലപ്പോഴും ഈ പെന്തക്കോസ്ത് സഭകൾ മനുഷ്യനെ ഭയപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഈ എസ്കറ്റോളജിക്കൽ ടീച്ചിങ്സിൻ്റെ കാര്യത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, കത്തോലിക്ക സഭ അംഗമായതിൽ, ശ്ലൈഹിക പാരമ്പര്യം പേർന്ന സഭയുടെ ഭാഗമായതിൽ നമുക്ക് അഭിമാനിക്കാം. നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് സത്യവിശ്വാസത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സത്യവിശ്വാസത്തിലേക്ക് വരാൻ, പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഒരു കാര്യം, പുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം, അതുപോലെ ചർച്ചയ്ക്ക് തന്നിട്ടുള്ള ആ പോയിന്റുകളും കൂടി നിങ്ങൾ കണ്ടെത്തണം, നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. സംശയമുള്ളവർ നിങ്ങളുടെ അധ്യാപകരുമായി ബന്ധപ്പെടണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരാഴ്ചക്കാലം ധ്യാനിക്കാൻ ഒരു വചനം, ഗലാത്തി 1:8-9. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ സത്യസഭയിൽ അംഗമാവാൻ, അങ്ങേ മറ്റുള്ളവർക്ക് മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, തുടർന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി സമൂഹത്തിൽ, സഭയിൽ, കുടുംബത്തിൽ നിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.